بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തു സുമറിൻ്റെ 69 അഥവാ 70ഓളം ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ച് കഴിഞ്ഞത്. 71ാമത്തെ ആയത്ത്, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ. കഫറൂ എന്നിടത്ത് മുൻഫസലായ മദ് നീട്ടി ഓതണം. ഹത്താ ഇദാ ജാഊഹ, ഒന്ന് മുൻഫസലായ മദ് ഹത്താ, അടുത്തത് ജാഊഹ എന്ന് മുത്തസലായ മദ്. ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ അലം യഅതികും. ഖസനതുഹാ അലം, അവിടെയും മുൻഫസലായ മദ്ദാണ്. റുസുലും മിൻകും, റുസുലും മി, തൻവീനിന് ശേഷം മീമ് വരുമ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദണം. മേക്കും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നാൽ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനക്കും. വയുൻദി, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. ലിഖാഅ യൗമിക്കും ഹാദാ ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത്. വലാകിൻ ഹ, അവിടെ മണിക്കരുത്, ഇൽഹാർ ചെയ്യേണ്ട സ്ഥലമാണ്. സുക്കൂനുള്ള നൂന് ശേഷം ഹ വരുമ്പോൾ ഇൽഹാർ ചെയ്യണം. ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ ഖീല ദഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ. 70ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എല്ലാവർക്കും അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം പൂർണ്ണമായി നിറവേറ്റിത്തരുന്നതാണ്. ആ പ്രതിഫലത്തിലേക്ക് നയിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. വസീഖ, സാഖ യസൂഖു എന്ന് പറഞ്ഞാൽ നയിച്ചു കൊണ്ടുപോവുക, തെളിച്ചു കൊണ്ടുപോവുക, നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നൊക്കെയാണ്. അപ്പോൾ സീഖ തെളിയിക്കപ്പെടും, നയിക്കപ്പെടും. അല്ലദീന ഒരു വിഭാഗം, കഫറൂ നിഷേധികളായ, സത്യനിഷേധികളായ ഒരു വിഭാഗത്തെ നയിച്ചു കൊണ്ടുപോകും. ഇലാ ജഹന്നം നരകത്തിലേക്ക്, ജഹന്നമിലേക്ക്. സുമറ, സുമ്രത്ത് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് സുമർ. കൂട്ടം കൂട്ടമായി അല്ലെങ്കിൽ ഒരുമിച്ച് എന്നൊക്കെയാണ് സുമ്ര എന്ന് പറഞ്ഞാൽ, കൂട്ടം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം സമൂഹമായി, കൂട്ടമായി നരകത്തിലേക്ക്, ജഹന്നമിലേക്ക് സത്യനിഷേധികളെ നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹ, അതിൻ്റെ അടുത്ത് എത്തുന്നത് വരെ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഫുതിഹത്ത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നരകവും സ്വർഗവും പറയുന്നിടത്ത് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്ന 2 വ്യത്യാസങ്ങളാണ്. ഹത്താ ഇദാ ജാഊഹ ഫുതിഹത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സ്വർഗം പറയുന്നിടത്ത് എത്തുമ്പോൾ നമ്മൾ വിശദീകരിക്കും, അവിടെ വഫുതിഹത്ത് എന്ന് കാണാം. അതിൻ്റെ വ്യത്യാസം, ഒന്ന് നരകത്തിലെത്തുമ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് തുറക്കപ്പെടുക എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ നേരത്തെ തുറന്നു വച്ചിട്ടുണ്ടാകും എന്ന അർത്ഥത്തിലാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ വിശദീകരണം അവിടെ നമുക്ക് പറയാം. വഖാല ലഹും, അവരോട് പറയും, ഖസനതുഹാ നരകത്തിൻ്റെ കാവൽക്കാർ, ഖസനത്ത് കാവൽക്കാർ അല്ലെങ്കിൽ അതിൻ്റെ പാറാവുകാർ. എന്താണ്? അലം യഅതികും, നിങ്ങളടുത്തേക്ക് വന്നിട്ടില്ലേ, റുസുലുൻ ദൂതന്മാര്, സന്ദേശവാഹകന്മാര്, മിൻകും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള സന്ദേശവാഹകന്മാര്, മുർസലീങ്ങള്,
അഥവാ അള്ളാഹുവിൻ്റെ ദൂതുമായി നിങ്ങളടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? യത്ലൂന അലൈക്കും, നിങ്ങൾക്ക് അവർ ഓതി കേൾപ്പിച്ചിട്ടില്ലേ? തലായത്തിലു ഓതുക. ആയാത്തി റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ, വചനങ്ങളെ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വയുന്ദിറൂനക്കും, അൻദറ യുന്ദിറു, നദീർ, മുന്നറിയിപ്പ് നൽകുന്നവൻ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേര്. ബഷീർ, സന്തോഷവാർത്ത അറിയിക്കുന്നവനെന്നും പേരുണ്ട്. അപ്പൊ വയുന്ദിറൂനക്കും, അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ലിഖാഅ യൗമിക്കും ഹാദാ, ലിഖാ കണ്ടുമുട്ടുക, ലഖിയ യൽഖ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാണ്. ലിഖാ കണ്ടുമുട്ടുക. യൗമിക്കും, നിങ്ങളുടെ ഈ ദിനം, ഹാദാ നിങ്ങളുടെ ഈ ദിനത്തെ പറ്റിയുള്ള മുന്നറിയിപ്പ് അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ എന്ന് നരകത്തിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും. അപ്പോൾ നരകത്തിലെത്തിപ്പെടുന്ന ആ സാധുക്കൾ ഖാലൂ, അവർ പറയുന്നു, ബല, അതെ, ഇല്ലാതെ വരാതെ പിന്നെ, വലാകിൻ, പക്ഷേ, ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, ഹഖത്ത്, അങ്ങനെ അവർ സമ്മതിച്ച്, അതെ ഞങ്ങളടുത്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു കാര്യം അവർക്ക് മുന്നറിയിപ്പ് നൽകിയോ ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട അദാബിൻ്റെ വാക്യം അവരിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അലൽ കാഫിരീൻ, അഥവാ സത്യനിഷേധികളുടെ മേൽ അദാബിൻ്റെ വാക്ക്, ആ ഒരു വചനം, ആ ഒരു മുന്നറിയിപ്പ് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഹഖത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായി, സ്ഥിരപ്പെട്ടു എന്നൊക്കെയാണ്. സത്യമായി, അത് മുമ്പ് പറഞ്ഞത് ഇപ്പം അവർ നേർക്ക് നേരെ കണ്ടു എന്നാണ്. എന്നിട്ട് ഖീല, പറയപ്പെടുന്നു അവരോട്, ഉദ്ഖുലൂ, പ്രവേശിച്ചു കൊള്ളുക, അബ്വാബ ജഹന്നം, ജഹന്നമിൻ്റെ വാതിലുകളിലൂടെ നിങ്ങൾ, നരകത്തിൻ്റെ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഖാലിദീന ഫീഹാ, അതിൽ നിങ്ങൾ നിത്യവാസികളാണ്. ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ, ഫബിഇസ, എത്ര മോശമാണ്, എത്ര ചീത്തയാണ്. മസ്വൻ, പാർപ്പിടം, അൽ മുതകബ്ബിരീൻ, അഹങ്കാരികളുടെ, അഹംഭാവികളുടെ പാർപ്പിടം എത്ര ചീത്തയാണ്, എത്ര മോശമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ ധിക്കരിച്ച് കിബിർ നടിച്ചവർക്ക് അവസാനം എത്തിച്ചേരാനുള്ളത് ഈ നരകത്തിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന്, നരകത്തിലേക്ക് തെളിയിക്കപ്പെടും എന്ന്, നയിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. എല്ലാ സ്ഥലത്തും ഖുർആനിൽ അങ്ങനല്ല പറഞ്ഞത്. ചില സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, നരകത്തിലേക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും ആൾക്കാർ പോകില്ലല്ലോ. ഒരു കുറ്റവാളിയും തനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെ സ്വാഗതം ചെയ്യൂല. വളരെ പ്രയാസത്തോടെ, വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ്. സൂറത്ത് തൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, ആ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകപ്പെടുന്നത് എങ്ങനെയാണ്? യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, അവർ നരകാഗ്നിയിലേക്ക് ശക്തിയായി പിടിച്ചു തള്ളപ്പെടുന്ന ദിനത്തിൽ. നമുക്കറിയാം, മറ്റൊരു സൂറത്തിൽ നമ്മൾ തന്നെ മുമ്പ് വിശദീകരിച്ചതാണ്, നരകത്തിലേക്ക് ചങ്ങലകളിട്ട് വലിച്ചു കൊണ്ടുപോകേണ്ടി വരും ചില ആൾക്കാരെ. പോവില്ല, അതിലേക്ക് എത്താൻ ആരും കൂട്ടാക്കൂല. അത്രയും പ്രയാസകരമായ അവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെ വലിയ ചങ്ങലകളിട്ട് വലിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ശക്തമായി തള്ളി അതിലേക്ക് എത്തിക്കപ്പെടുന്ന, എന്നിട്ട് അവരോട് പറയും, ഹാദിഹിന്നാരില്ലതീ കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങളെ നിഷേധിച്ചിരുന്നില്ലേ, എന്ത് നരകം, എന്ത് സ്വർഗം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതാണിത് എന്നവരോട് പറയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ എളുപ്പത്തിലൊന്നും അങ്ങ് നരകത്തിലേക്ക് കയറി ചെല്ലും എന്ന് വിചാരിക്കേണ്ടതില്ല. ശക്തരായ മലക്കുകൾ അവരെ പിടിച്ചു വരിഞ്ഞു കെട്ടിക്കൊണ്ടുപോയി ഹുദൂഹു ഫഹുല്ലൂഹു എന്ന് പറഞ്ഞ് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, അവരെ വരിഞ്ഞ് കെട്ടി നരകത്തിലേക്ക് തള്ളിയിടുക എന്നൊക്കെ. അങ്ങനെ ചില ആളുകൾ ഒരുപക്ഷെ നരകത്തിലെത്തിപ്പെടും. ഈ നരകത്തിലെത്തിയാലും നരകത്തിലെത്തുമ്പോഴും കടക്കുമ്പോഴും ഒക്കെ ഈ ചോദ്യം ഉണ്ടല്ലോ, അല്ല നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ?
സൂറത്തുൽ അൻആമിൻ്റെ 130 ആയത്തിൽ ഇതേപോലെ ഒരു പരാമർശം കാണാം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഹേ ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, അലം യഅ്തിക്കും റുസുലും മിൻകും, നിങ്ങളുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? യഖുസ്സൂന അലൈക്കും ആയാതി, അവർ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? വയുൻദിറൂനക്കും, എന്നിട്ടവർ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ദിനത്തെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന്. ഖാലു, അപ്പ പറയും, ഷഹിദിനാ, ഞങ്ങളിതാ സ്വയം അലാ അൻഫുസിന, സ്വയം സാക്ഷ്യം വഹിക്കുന്നു. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, അവരെ ദുനിയാവിൻ്റെ ജീവിതം അവരെ വഞ്ചിച്ച് കളഞ്ഞു. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, അവർ സ്വയം സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങളിതാ നിഷേധികൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നരകം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുള്ള അപമാനാണിത്. പടച്ചോൻ പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് നിരന്തരമായി നമ്മൾ നരകത്തെ തൊട്ടുള്ള കാവൽ അള്ളാഹുവിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പ്രാർത്ഥന വഖിന അദാബന്നാർ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ആഖിറത്തിലും നന്മ തരണം പടച്ചോനെ. വഖിന അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം. റബ്ബന സ്രിഫ് അന്നാ, സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തെ വാചകം നമുക്ക് കാണാം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, സൂറത്തുൽ ഹശ്റിൻ്റെ. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ മാറ്റിത്തരണമേ, തെറ്റിച്ച് കളയണമേ, രക്ഷിക്കണമേ. ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ, അങ്ങേയറ്റം മോശപ്പെട്ട വാസസ്ഥലമായ സങ്കേതമായ ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കിലും മലക്കുകൾ ചോദിക്കും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൻ്റെ 8-ാമത്തെ ആയത്ത്, മുൽക്ക് നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്താണല്ലോ, ആ സൂറത്തിൻ്റെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ കാവൽക്കാര്, നരകത്തിൻ്റെ കാവൽക്കാര്, സഅലഹും ഖസനതുഹാ ലം യഅ്തിക്കും നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഖാലൂ ബല, വന്നിരുന്നു എന്ന് അവിടെയും പറയും. പക്ഷെ ഫകദ്ദബ്ന, ഞങ്ങൾ കളവാക്കി. അള്ളാഹ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറയുന്നൊരു വർത്തമാനമുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, സൂറത്തുൽ മുൽക്കിൽ പറയുന്ന വാക്കാണത്. ഞങ്ങൾ കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന്, അല്ലേ? ഖുർആൻ കേൾക്കാത്ത ആളുകൾ, ഖുർആൻ വായിക്കാത്ത ആളുകൾ, ഖുർആനെ മനസ്സിലാക്കാത്ത ആളുകൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാത്ത ആളുകൾ, പരലോകത്തെപ്പറ്റി ചിന്തിക്കാത്ത ആളുകൾ, അതിനെപ്പറ്റി ഒന്നും കേൾക്കാത്ത ആളുകൾ, അവർ നഷ്ടത്തോടെ അവിടെ നിന്ന് പറയും, എന്തൊരു നഷ്ടമാണൊന്ന് കേട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഇങ്ങനെ ഖുർആൻ പലയിടത്തും മുന്നറിയിപ്പ് നൽകുന്നത് അവിടെ എത്തിയിട്ട് ഇങ്ങനെയൊരു വിലാപം സത്യവിശ്വാസിക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് ഈ 2 സ്ഥലത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. പിന്നെ എന്താണ് നരകത്തിൻ്റെ വാതിലുകൾ? നമുക്കറിയാം, സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു പരാമർശം, ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസുഉം മഖ്സൂം, 7 വാതിലുകളുണ്ട് നരകത്തിന് എന്നാണ്. നരകത്തിന് 7 വാതിലുകളുണ്ട്. എല്ലാ വാതിലുകളിലും കൂടെ പ്രവേശിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ഒരു വിഭാഗീയതയുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലൂടെയും എല്ലാവരും കയറി പോകേണ്ടി വരില്ല. ഓരോ കുറ്റവാളികൾക്ക് ഓരോ വാതിലുകൾ നിശ്ചയിക്കപ്പെടും. നമ്മൾ വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെറിയ വാതിലൊന്നും മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ആകാശഭൂമികളിലേക്കാൾ വിശാലമാണ് സ്വർഗവും നരകമൊക്കെ. അതുകൊണ്ട് തന്നെ
സ്വർഗത്തിൻ്റെ വാതിൽ നരകത്തിൻ്റെ വാതിൽ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വാതിലൊന്നുമല്ല. ഒരു ഹദീസിൽ സ്വർഗവാതിലിനെ പറ്റി പരാമർശിക്കുന്നിടത്ത് കാണാം മക്ക എന്ന പട്ടണത്തോളം ആ വാതിലിൻ്റെ വിശാലത ഉണ്ടാവുന്നതാണ്. അപ്പോൾ വലിയ ഗേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാവുന്ന ഓരോ കവാടങ്ങളായിരിക്കും. അത്രേ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുള്ളൂ. ഏതായിരുന്നാലും പരലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തെ വിളിക്കപ്പെടും. ഓരോ വിഭാഗത്തെ ഓരോ ഗേറ്റിലൂടെ കടത്തിവിടപ്പെടുമെന്നൊക്കെ ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചതായിട്ട് കാണാം. അപ്പോൾ 7 വാതിലുകൾ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെയും ഇവിടെയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ അത് വിശദീകരിക്കുമ്പോൾ പറയാം. എന്നിട്ട് 72-ാമത്തെ ആയത്തിൻ്റെ അവസാന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ. കബ്ബറ യുകബ്ബിർ. എന്താണ്? കിബിർ നടിക്കുക, അഹങ്കരിക്കുക. കിബിറിൻ്റെ ഒരു അണുമണി തൂക്കം ഉള്ളിലുണ്ടെങ്കിൽ സ്വർഗത്ത് കടക്കൂല എന്നല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. കിബിർ എവിടെ നിന്നാണ് തുടങ്ങിയത്? അബാ വസ്തഖ്ബറ എന്ന് പറഞ്ഞ് ഇബ്ലീസാ തുടങ്ങിയത്. ആ ഇബ്ലീസാണ് മനുഷ്യന്മാരുടെ ഉള്ളിലേക്ക് കിബിറിട്ട് എടുക്കുന്നത്. അള്ളാഹിനെ ധിക്കരിക്കാൻ, പരലോകത്തെ ധിക്കരിക്കാൻ, എന്നിട്ട് ദുനിയാവ് അതിലങ്ങനെ ലയിച്ചു, അതിൽ വഞ്ചിച്ച് അവിടെ എത്തിയിട്ട് ഈ ദുനിയാവാണല്ലോ ഞങ്ങളെ വഞ്ചിച്ചത് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ പറയേണ്ടി വരുന്നതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ കിബിർ വേണ്ട. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യതരാവുക, എല്ലാവരുടെ മുന്നിലും വിനയാന്യതരാകുക. നമ്മൾ ഭൂമിയിൽ ആരുമല്ല, മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലേക്ക് പോയി അവസാനം സ്വർഗത്തിലോ നരകത്തിലോ എത്തേണ്ടവരാണ്. നമ്മൾ എത്ര അഹങ്കരിച്ചാലും നമ്മൾ ആരുമല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.